Hi guys, welcome to my another vlog from Malaysia. ഇത് ആക്ച്വലി നമ്മൾ കുറച്ചധികം നാളായിട്ട് പ്ലാൻ ചെയ്ത് വന്നൊരു ട്രിപ്പാട്ടോ. ഓൾ താങ്ക്സ് ടു മോസീനാണ് ഒരു 2-3 months ബിഫോർ ഇന്ന് നമ്മളിങ്ങനെ വിളിച്ച് പറയുന്ന ഒരു ഓഫർ ഉണ്ട്, മലേഷ്യ ഇപ്പോൾ ഒരു 4-day ട്രിപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജമ്മുവും ഓൺ ദി സ്പോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ദേ വർ നോട്ട് ഏബിൾ ടു കം. സോ അപ്പോൾ നമ്മളൊരു 5 പേരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ, ചെമ്പു, ഫർസന, മോസീൻ ആൻഡ് മോസീൻ്റെ ഒരു ഫ്രണ്ട് സുപ്പു, പിന്നെ ഹല ബേബി. ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് ഒരു ട്രിപ്പ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് എൻ്റെയും ചെമ്പുവിൻ്റെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. സോ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇന്നലെ രാവിലെ ഇവിടെ എത്തിയതാണ്, മലേഷ്യയിൽ ലാൻഡ് ചെയ്തു. ഇന്നലെ നമ്മൾ എങ്ങും പോയില്ല, കറങ്ങാനൊന്നും പോയില്ല. വാസ് റിയലി ടയേർഡ്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. രാത്രി ഒരു ഫുഡ് സ്ട്രീറ്റിലൊക്കെ പോയി. അതിനുശേഷം ഇന്നാണ് നമ്മുടെ മെയിൻ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിന്ന് എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഷോപ്പിംഗ് ഉണ്ട്, ട്വിൻ ടവർ കാണണം, അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, ഭയങ്കര വല്ലാത്തൊരു സന്തോഷമുണ്ട് ആദ്യമായിട്ട് വേറൊരു രാജ്യത്ത്. ആക്ച്വലി മലേഷ്യ നമ്മുടെ ആ ഒരു ലിസ്റ്റിലില്ലായിരുന്നു. നമ്മൾ ആക്ച്വലി ആദ്യം പോകാനിരുന്നത് വിയറ്റ്നാം ആയിരുന്നു, ഞാൻ ജമ്മു ഒക്കെ ആയിട്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനൊരു ഓഫർ വന്നപ്പോഴത്തേക്കും മിസ് ചെയ്യാൻ തോന്നിയില്ല. സോ ഇപ്പോൾ ഇനി ഉള്ള ഒരു 2-3 ദിവസം നമ്മളിവിടെ ഉണ്ടാവും. ആ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യും, എവിടെയൊക്കെ പോകുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ആണത് കപ്പ് നൂഡിൽസ്. ഇവിടെ ലൈറ്റുണ്ട്. നമ്മൾ ആദ്യം പോയത് പെറ്റലിംഗ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ചീപ്പായിട്ട് ഐറ്റംസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണ് ഈ പെറ്റലിംഗ് സ്ട്രീറ്റ്. ഏകദേശം എല്ലാത്തരം ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടും. എസ്പെഷ്യലി ബാഗ്, ഡ്രസ്സ്, വാച്ച്, ഫാൻസി ഐറ്റംസ്, അത്യാവശ്യം ഫുഡ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്, സുവനിയേഴ്സ് പോലെയുള്ള കുറേ ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കത് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി നോക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ആക്ച്വലി വേറെയും 1-2 ഷോപ്പിംഗ് പ്ലേസസിൽ പോയിട്ടുണ്ടായിരുന്നു. സോ കമ്പാരിറ്റീവ്ലി എനിക്ക് പ്രൈസ് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ഈ സ്ട്രീറ്റിലാണ്. സോ അപ്പം നിങ്ങൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നത് എന്തായാലും വർത്തായിരിക്കും. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ ഇവിടെ വരുവാണെങ്കിലും ഡ്രസ്സൊന്നും ഈ സ്ട്രീറ്റിൽ നിന്ന് അധികം വാങ്ങിക്കേണ്ട. കാരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്രയും നല്ല ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒന്നും, നല്ല ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളത് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലൊന്നും ഡ്രസ്സ് ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ നമുക്ക് നല്ല ബാഗ്സിൻ്റെ കളക്ഷൻസ് കുറച്ചുണ്ട്. ബാഗ്സ്, വാച്ചസ് ഉണ്ട്, പിന്നെ ചെറിയ ഫാൻസി ഐറ്റംസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, കീ ചെയിൻ, അതൊക്കെയുണ്ട്. പക്ഷേ ഡ്രസ്സിൻ്റെ സെക്ഷൻ എനിക്ക് അത്ര അപ്പീലിംഗ് ആയിരുന്നില്ല. സോ അപ്പോൾ നിങ്ങൾ മാക്സിമം ബാക്കിയുള്ള ഐറ്റംസ് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നാൽ ബെറ്റർ. അവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ പോയത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഇതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാട്ടോ. കുറച്ചൊരു 300 മീറ്റർ 500 മീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്കുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഈസിലി നടന്ന് തന്നെ പോകാം. പിന്നെ കുട എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും, കാരണം അത്യാവശ്യം വെയിലും ചൂടും ഉണ്ടായി.
ഇത് കസ്തൂരി വാക്ക്, നമ്മുടെ സെൻട്രൽ മാർക്കറ്റിന് തൊട്ടടുത്തുള്ള ചെറിയൊരു സ്ട്രീറ്റ് ആട്ടോ. ഇവിടെ നിങ്ങൾ പോയാൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും അതിലൂടെ നടന്നു പോകാൻ നല്ല ഭംഗിയാട്ടോ. ഒരുപാട് ഫാൻസി എസ്തെറ്റിക് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പാണ്ടായസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാട്ടോ. വേറെയും 1-2 സ്ഥലത്ത് ഞാൻ ഈ ഷോപ്പ് കണ്ടിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഞാൻ കയറി നോക്കിയതാണ്. പക്ഷേ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് 2 ടോപ്പ് എടുത്തു. എനിക്ക് അവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് മാത്രമല്ല, അവിടെ ഓർണമെൻറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസ് ഉണ്ട്, ചെറിയ ബാഗ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ക്യൂട്ട് കുട്ടികൾക്കും അത്യാവശ്യം നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു മിനി സോവിൻ്റെ വേറൊരു വേർഷൻ, അതേപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല രസമുള്ള ഒരു ഷോപ്പാണ്. പ്രൈസ് ഒരുപാട് കുറവല്ല, ബട്ട് സ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലുള്ള ഒരുപാട് ഭംഗിയുള്ള ഐറ്റംസ് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇഷ്ടമുള്ള ആർക്കെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും വാങ്ങിക്കാവുന്ന കേട്ടോ. പിന്നെ 1-2 നല്ല ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ആക്ച്വലി ഒരു ചീസ് കേക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനൊരു ചീസ് കേക്ക് ലവറൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഇറ്റ്. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിനകത്ത് തിങ്സ് ആർ എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ആൻഡ് എക്സ്പെൻസീവ്. ഇവിടെ കൂടുതൽ നമുക്ക് മലേഷ്യൻ ഒത്തൻറ്റിക് സാധനങ്ങൾ കിട്ടും. കൂടുതലും കുറേ ക്രാഫ്റ്റ് ഐറ്റംസ്, മലേഷ്യൻ ടൈപ്പ് ഡ്രസ്സ്, അവരുടെ സ്റ്റൈലിലുള്ള ഡ്രസ്സ്, ബെറ്റർ ക്വാളിറ്റി ആൻഡ് ബെറ്റർ പ്രൈസ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സാധനങ്ങളുടെ ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണ്. അതിനനുസരിച്ച് ഒരു പ്രൈസും ചാർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ അധികം ബാർഗെയിനിങ് ഞാൻ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ബാർഗെയിനിങ് ഈസ് പോസിബിൾ ഹിയർ. ആൻഡ് പക്ഷേ ഔട്ട്സൈഡ് മാർക്കറ്റിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻറ്റ് ഐറ്റംസ് ഇവിടെ കണ്ടിട്ടുണ്ട്. യു വിൽ ഗെറ്റ് നൈസ് പെർഫ്യൂംസ്, യു ക്യാൻ കസ്റ്റമൈസ് പെർഫ്യൂംസ്. ആൻഡ് അതുപോലുള്ള കുറേ നല്ല നല്ല ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. എല്ലാം ചുറ്റും നടന്ന് കാണുക മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ എന്നാലും എല്ലാ ഷോപ്പിലും കയറി അവരുടെ സാധനങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെയായിരുന്നു ഞാൻ മൊത്തം. പക്ഷേ എനിക്ക് അവിടുന്ന് പെർഫ്യൂംസ് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. അവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ വില കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു മേക്ക് എ വിഷ് എന്ന് പറയുന്ന ഒരു ഏരിയ ഞാൻ കണ്ടത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ ഒരു റെഡ് കളറിലെ റിബൺ വെച്ചിട്ടുണ്ട്. അതിലെഴുതി നമുക്കതിൽ കെട്ടി വെക്കാം, എങ്ങാനും നടന്നാലോ. അങ്ങനെ ഒരുപാട് പേര് അവിടെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു കൊതി. ഞാനും എൻ്റെ ഒരു ആഗ്രഹം എഴുതി ഇട്ടിട്ടുണ്ട്. അത് നടക്കുവാണെങ്കിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് മെർദേക്ക സ്ക്വയറിലേക്കാണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. 1957 മലേഷ്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ടൈം മലേഷ്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത് ഇവിടെയാണ്. ആൻഡ് എവ്രി ഇയർ
ഇൻഡിപെൻഡൻസ് ഡേ പരേഡൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. അതിന് ചുറ്റും ഇതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഉണ്ട്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൈബ്, ഡിഫറെൻറ്റ് ആംബിയൻസ്, കുറച്ചും കൂടി പീസ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ആൻഡ് ഞങ്ങളവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് നേരം ഇരുന്നു, ചുറ്റും സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അവിടെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയപ്പോൾ. ഇതിൽ ഞങ്ങൾക്ക് മിസ്സായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെർദേക്ക സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്. ഇറ്റ് ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ ആൻഡ് ഇറ്റ് ഹാസ് എ ക്ലോക്ക് ടവർ ആൻഡ് ഓൾ. അത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അണ്ടർ റിനോവേഷൻ. ഇപ്പോൾ ഗൂഗിളിൽ അതിൻ്റെ പിക്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ അയ്യോ അതുകൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയേനേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. പക്ഷെ അപ്പോഴത്തേക്കും നല്ല കാർമേഘമൊക്കെ വന്ന് മഴ പെയ്യാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് രാത്രിത്തേക്ക് മുന്നേ ഒരു സ്ഥലം കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ലീവ് ചെയ്തു. ഇതാണ് റിവർ ഓഫ് ലൈഫ്, ക്ലാങ് ആൻഡ് ഗോംബാക്ക്. മലേഷ്യയിലെ ഈ 2 നദികളുടെയും ഒരു കൺവേർജിങ് പോയിൻ്റാണിത്. ഇയേഴ്സ് ബാക്ക് ഹെവിലി പൊല്യൂട്ടഡ് ആയിരുന്ന ഈ 2 നദികളെയും ട്രാൻസ്ഫോം ചെയ്ത് കുറച്ചും കൂടി ഡൈനാമിക്, അട്രാക്റ്റീവ് ആൻഡ് എക്കണോമിക്കലി വാല്യൂ ഉള്ള ഒരു പ്ലേസ് ആക്കി മാറ്റാനുള്ള ഒരു ഇനിഷ്യേറ്റീവായിരുന്നു ഈ പ്രോജക്റ്റ്. ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഇസ് ഈവനിങ്. കാരണം നൈറ്റ് ഇവിടെ ലൈറ്റ് ആൻഡ് വാട്ടർ ഷോ ഒക്കെ നടക്കാറുണ്ട്, ബ്ലൂ പൂൾ എന്ന് പറഞ്ഞിട്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ ഡേ ടൈം എക്സ്പ്ലോറേഷൻ. ഐ റിയലി എൻജോയ്ഡ്. അടിപൊളിയായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരുന്ന ഒരു ഐറ്റമുണ്ട്, കാണാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അതാണ് ഈ കാണുന്നത്, ദ ഫേമസ് പെട്രോനാസ് ട്വിൻ ടവർ, ദ മോസ്റ്റ് ഐക്കോണിക് പ്ലേസ്. മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഇമേജ്. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിനും എക്സൈറ്റ്മെൻറ്റിനും ഒരു കൈയും കണക്കുമില്ല കേട്ടോ. ഇനിയുള്ള ദിവസങ്ങൾ എന്ത് കാണും എന്നുള്ളൊരു ചിന്ത അപ്പം എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഇറ്റ് വാസ് റിയലി എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ്.